മനസാക്ഷിയുള്ള ആരുടെയും നട്ടലിലൂടെ ഒരു കൊള്ളിമീൻ പായുന്നത്രക്ക് കഠിനമായ ലോക്കപ്പ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഇന്ന് വാർത്താ ടെലിവിഷനിലൂടെ കേരളം കണ്ടത്. 2023 ഏപ്രിൽ 5 കുന്നംകുളം പോലീസ് സ്റ്റേഷനകത്ത് നിന്നുള്ള CCTV ദൃശ്യമാണ് നമ്മളെല്ലാം പിടിച്ചുലച്ചത്. വൃത്തികെട്ട പോലീസ് ഈഗോയുടെ പേരിൽ നിരപരാധിയായ ഒരു മനുഷ്യനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ് കാക്കിയിട്ട ചില മോശം ഉദ്യോഗസ്ഥർ. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്താണ് അന്ന് നിഷ്ഠൂര മർദ്ദനത്തിനിരയായത്. 2 വർഷം നീണ്ട സുജിത്തിന്റെ അസാധാരണ നിയമപോരാട്ടമാണ് ഈ കൊടും ക്രൂരതയുടെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചത്. വിശദമായി പരിശോധിക്കുകയാണ് RDX. ആദ്യം റാപ്പ് 59 സെക്കൻഡിൽ. കാക്കിയിട്ടവരുടെ തേർവാഴ്ച കുന്നംകുളം സ്റ്റേഷനിൽ നടന്നത് അതാണ്. സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തുടങ്ങിയ മർദ്ദനം മുറിയുടെ മൂലയിലിട്ട് തല്ലിച്ചതയ്ക്കുന്നതിൽ വരെ എത്തി. SI നുഹ്മാന്റെ നേതൃത്വത്തിലാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. കൂട്ടത്തിൽ നിന്ന് തല്ലിയത് CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരും. ക്രൂരമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ VS സുജിത്തിന്റെ 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ കഥയുണ്ട്. 2023 ഏപ്രിൽ 5 വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തിയപ്പോൾ സുജിത്ത് ഇടപെട്ടു. വാക്കേറ്റമായി. പ്രകോപിതരായ പോലീസ് സുജിത്തിനെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ചു. പിന്നീട് നടന്നത് കൊടിയ മർദ്ദനം. മദ്യപിച്ച് പോലീസിനെ ഉപദ്രവിച്ചു എന്ന് കള്ള FIR ഇട്ട് സുജിത്തിനെ കുടുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ പോലീസിന്റെ ദുഷ്ടബുദ്ധിയെല്ലാം കോടതിയിൽ തകർന്നു. സുജിത്തിന് മർദ്ദനത്തിൽ പരിക്കേറ്റതായി കോടതി കണ്ടെത്തി. പോലീസുകാർക്കെതിരെ കേസെടുത്തു. പിന്നീട് നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾക്കായി സുജിത്ത് നടത്തിയത് അസാധാരണ നിയമ പോരാട്ടമായിരുന്നു. RDX ന്യൂസ് മലയാളം. കാക്കിയിട്ട ഗുണ്ടകളാണ്. 2023 ഏപ്രിൽ 5 കുന്നംകുളം സ്റ്റേഷനിൽ പോലീസുകാർ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചത്. SI നുഹ്മാനും CPOമാരായ ശശീന്ദ്രൻ, സജീവ്, സന്ദീപ് എന്നിവരും ചേർന്നാണ് എന്ന് നമ്മൾ അറിഞ്ഞു. പോലീസ് വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് സുജിത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് 2023 ഏപ്രിൽ 5 ചൊവ്വന്നൂരിലുണ്ടായ ഈ വാക്ക് തർക്കമാണ് മർദ്ദനത്തിലേക്ക് ആത്യന്തികമായിട്ട് കാര്യങ്ങളെ എത്തിച്ചത്. സുജിത്തിനെ ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് SI നുഹ്മാനാണ്. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി പോലീസിനെ ഉപദ്രവിച്ചു തുടങ്ങി വ്യാജ FIR ഇടുകയായിരുന്നു അദ്ദേഹത്തിനെതിരെ. സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. പക്ഷേ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് വ്യക്തമായതോടെ കോടതി ജാമ്യം നൽകി അദ്ദേഹത്തെ പുറത്തുവിട്ടു. ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും വൈദ്യപരിശോധന നടത്തി. പോലീസ് മർദ്ദനത്തിൽ സുജിത്തിന്റെ കേൾവിക്ക് തകരാർ സംഭവിച്ചെന്ന് പരിശോധനയിൽ കണ്ടെത്തി. സുജിത്ത് പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഇതേ തുടർന്ന് പരാതി നൽകുകയുണ്ടായി. പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ സുജിത്ത് കോടതിയെ വീണ്ടും സമീപിച്ചു. കുന്നംകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുക്കുകയായിരുന്നു. മർദ്ദിച്ചതിന്റെ തെളിവിനായി സുജിത്ത് CCTV ദൃശ്യങ്ങൾക്കായി അപേക്ഷ നൽകി. പോലീസ് ദൃശ്യങ്ങൾ നൽകാതിരുന്നതോടെ സുജിത്ത് വിവരാവകാശ അപേക്ഷയുമായിട്ട് പോയി. ഇതോടെ CCTV ദൃശ്യങ്ങൾ നൽകാൻ കമ്മീഷൻ കർശന നിർദ്ദേശം പോലീസിന് നൽകുകയായിരുന്നു. അങ്ങനെയാണ് കിട്ടിയത്. CRB അസിസ്റ്റന്റ് കമ്മീഷണർ KC സേതുവിന്റെ അന്വേഷണത്തിനും മർദ്ദനമേറ്റു സുജിത്തിന് എന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. കോടതി ഉത്തരവ് പ്രകാരം തുടർ നടപടിയെടുക്കുമെന്ന് DIG ഹരിശങ്കർ അറിയിച്ചിട്ടുണ്ട്. നുഹ്മാൻ നിലവിൽ വിയൂർ സ്റ്റേഷനിൽ SI ആയിട്ട് ഇപ്പോഴും സർവീസിലുണ്ട്. ശശീന്ദ്രൻ, സജീവ്, സന്ദീപ് എന്നിവർ തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, മണ്ണുത്തി സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ സർവീസിലുള്ളത്. 2023 ഏപ്രിൽ 5 നേരിടേണ്ടി വന്നത് കൊടിയ പോലീസ് മർദ്ദനമായിരുന്നുവെന്ന് സുജിത്ത് പറയുന്നു. 1ാം നിലയിൽ നടന്നതിലുമേറെ എന്ന് വെച്ചാൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതിലുമേറെ മുകൾ നിലയിൽ വെച്ച് പോലീസുകാർ മർദ്ദിച്ചെന്നും സുജിത്ത് ഞങ്ങളോട് പറഞ്ഞു. SIയും ഡ്രൈവറാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് തന്നെ ഒരു 10 മീറ്റർ മുന്നേ അവിടെ തന്നെ കാണാം വെച്ചിട്ട് എന്നെ ശശിധരൻ എന്നുള്ള സാറാണ് ബാക്ക് ഡോർ തുറന്നിട്ട്, ഞാൻ ബാക്കിൽ നിന്നിരുന്നത്, ബാക്ക് ഡോർ തുറന്നിട്ട് എന്നെ അടിച്ചത്, തലയ്ക്ക് അടിച്ചു. 1ാം നിലയിലുള്ള മർദ്ദനത്തിൻ്റെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, അതിലും സമയം കൂടുതൽ എടുത്തിട്ടുള്ളതും മേലെ കൊണ്ടിട്ടാണ് എന്നെ നല്ല രീതിയിൽ അടിച്ചിട്ടുള്ളത്. അതിൽ ആയിത്തടിയിൽ ചെവിടി അടി കിട്ടിയപ്പോൾ തന്നെ ചെവിയുടെ ഡ്രമ്മ് പൊട്ടിയിരുന്നു. അതിൻ്റെ ആകാതെ നല്ല പോലെ ഉണ്ടായിരുന്നു. എനിക്ക് തലയൊക്കെ ചുറ്റി ആ സമയത്ത്. അപ്പോൾ അതൊക്കെ എനിക്കൊന്നും പറയാൻ പറ്റിയായിരുന്നില്ല. സത്യം പറയാൻ ചെയ്തു നമ്മൾ പറയണമെന്ന് അവർ കേൾക്കാനും തയ്യാറല്ല. വലിയ അടിക്കുക ഒരു മനോഭാവമായിരുന്നു അവർ. ഇത്തരം നരാധമന്മാർ സ്വന്തം സേനയിൽ തുടരുന്നതിൽ മുഖ്യമന്ത്രിക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. കുറ്റക്കാരായ പോലീസുകാരെ പുറത്താക്കണമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫും ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിലെ ജനങ്ങൾ, മാധ്യമങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത ഈ പൈശാചികമായ, ഈ ക്രൂരമായിട്ടുള്ള ഈ പോലീസ് മർദ്ദനം കണ്ട് ഞെട്ടിയവരാണ്. അതിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാണ്. ഈ കുറ്റവാളികൾക്കെതിരായി നിയമ നടപടികൾ, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികളും സ്വീകരിക്കണം. ക്രിമിനൽ കേസ് ഇവരുടെ പേരിൽ ഉണ്ടാകണം എന്നാവശ്യപ്പെടുകയാണ്.
സുജിത്തിനെതിരായ അതിക്രമത്തിൽ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പറഞ്ഞു. കേരളത്തിലെ പോലീസ് സേന ഒരു കള്ളന്മാരുടെ കുറുവാ സംഘമായി മാറി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കുന്നത്. ഇത് ഒരു അധപ്പതിച്ച ഭരണമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തും. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം തലങ്ങൾ മുതലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. സുജിത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ, ആ സഹപ്രവർത്തകനുണ്ടായ ഈ അനീതിയും അക്രമവും അത് കേരളത്തിൽ മറ്റൊരാൾക്കും ഒരു സാധാരണക്കാർക്കും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെതിരെ ഉണ്ടായ ഈ അക്രമം അത് കേരള ജനസമക്ഷം എന്ന് കണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും, നടപടികളുണ്ടാവണം. അതുവരേക്കുമുള്ള അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തും. കോടതി ഉത്തരവ് പ്രകാരം കേസിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് DIG ഹരിശങ്കർ പിന്നീട് അറിയിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു. ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടുണ്ട്. ആ എൻക്വയറി നടന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുകയാണ്. ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിൽ ഒരു MC ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗ് ആണ്. ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായെങ്കിലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇതിൽ മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ പരിശോധിക്കും. ഇതാണ് അതിൻ്റെ വിവരങ്ങൾ. അങ്ങേയറ്റം ഞെട്ടലുണ്ടാകുന്ന ദൃശ്യങ്ങളായിരുന്നു. മുഖ്യമന്ത്രി പ്രതികരിക്കണം, മറുപടി പറയണമെന്നാണ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം അത്രക്ക് നിഷ്ഠൂരമായ തോതിലാണ് പോലീസ് തല്ലുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിത് അറിയില്ലായിരുന്നു, അല്ലേ? തീർച്ചയായും അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടി അവരത്രയും ദീർഘമായി തന്നെ പോരാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെല്ലാവരും അല്ല കേട്ടോ. ഈ കാര്യത്തിൽ ഈ സുജിത്തും പിന്നെ ഈ പറയുന്ന വർഗീസ് ചവനൂരും ഇവർ രണ്ടുപേരുമാണ് അതിനു വേണ്ടി ഇത് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു പോരാട്ടം തന്നെ നടത്തിയിട്ടുള്ളത്. ഇതൊരു ആ നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഇങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമെന്നും ഈ ആളുകൾ ആരൊക്കെയാണ് എന്ന് ഈ നിലയ്ക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും. പോലീസിൻ്റെ കാര്യമാണല്ലോ, ജനമൈത്രി പോലീസാണ് കേരളത്തിൽ എല്ലായിടത്തും. പഴയ പോലീസല്ല, ജനമൈത്രി പോലീസാണ്. ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലേക്ക് ആ സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ അവിടുത്തെ ക്ലബിൻ്റെ പ്രസിഡൻ്റായ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ ആളെ കൊണ്ടുവരുന്നത് ഷർട്ട് പോലും ഇല്ലാതെയാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. വന്ന് ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽസ് പോലെയല്ലേ നമുക്ക് തോന്നുക. അല്ലാതെ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. കുറേ കൂടിയൊക്കെ പരിഷ്കൃതരാണ് പോലീസുകാർ, ആ നിലയ്ക്ക് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോ ഘട്ടത്തിലും കരുതും. പക്ഷേ അങ്ങനെയല്ല. പോലീസ് ഇത് യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രം മർദ്ദിച്ചു എന്ന് നമുക്ക് പറയാനാവില്ല. നമ്മൾ കൊല്ലത്ത് കണ്ടിട്ടുണ്ട് DYFIയുടെ 2 പ്രാദേശിക പ്രവർത്തകരെ, നേതാക്കന്മാരെ മർദ്ദിക്കുന്നത്. ഇതുപോലെ തന്നെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്, ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പോലീസിൽ എല്ലാ കാലത്തും ക്രിമിനലുകളുണ്ട്. പക്ഷേ ആ എല്ലാ കാലത്തും ക്രിമിനലുകളുണ്ട് എന്നുള്ള മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രിക്കോ ഈ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കോ ഈ സർക്കാരിന് തന്നെയോ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഒരൊറ്റ കാരണം കൊണ്ടാണ് അത്. സനീഷ, എന്താണെന്നറിയോ, ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ ദൃശ്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉന്നത ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ SP ഹരിശങ്കർ അടക്കം ഇതിൻ്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് നടപടി? ഒരു സ്ഥലം മാറ്റം, 2 ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു. അങ്ങനെയാണോ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവർത്തിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യേണ്ടത്? ഇപ്പോഴും SI ആയിട്ട് ജോലി ചെയ്യുകയാണ് ഒരാൾ സ്റ്റേഷനിൽ. അങ്ങനെ ഈ ക്രമസമാധാന ചുമതലയിലേക്ക് ആ നിലയ്ക്ക് അത്തരം കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ പോലീസുകാരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പാടുണ്ടോ? അവരെ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ആ നിമിഷം സസ്പെൻഡ് ചെയ്യണമല്ലോ. ഇനി അതൊക്കെ പോട്ടെ, ഈ പറയുന്ന കോടതി നടപടികളിലേക്ക് ഒന്നും പോകാതെ തന്നെ ഈ സർക്കാർ എത്ര പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്? SIമാരടക്കമുള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ടല്ലോ സർക്കാർ. ഇതായത് തെറ്റായ ചെയ്തികളിൽ ഏർപ്പെട്ടു എന്നത് കണ്ടെത്തിക്കൊണ്ട് പിരിച്ചുവിട്ടിട്ടില്ലേ? ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഇതിനപ്പുറത്ത് തെളിവ് വല്ലത്തിനും വേണോ? അത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാവുന്നതല്ലേ ഉള്ളൂ സർക്കാരിന്. അപ്പോൾ ഈ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. ശരിക്കും അവിടെ സംഭവിക്കുന്നത്, അവിടെ ഒരു ക്ഷേത്രത്തിലെ പൂരമാണ്. ആ പൂരത്തിന് ശേഷം സ്വാഭാവികമായി അവിടെ റീൽസൊക്കെ ചിത്രീകരിച്ച് കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലുമൊക്കെ മദ്യപിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉത്സവത്തിന് മദ്യപിക്കും ആളുകൾ, ചിലർ മദ്യപിച്ചൊക്കെ ചെല്ലും. അലമ്പുണ്ടാക്കിയാൽ അത് കൈകാര്യം ചെയ്യണം, പോലീസ് ഇടപെടണം. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലീസ് അവിടെ ചെന്ന് ഇടപെടുമ്പോൾ ഇയാൾ അവിടുത്തെ പ്രാദേശിക നേതാവാണല്ലോ. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു SIക്കും അറിയാതിരിക്കില്ല. ഏത് സ്ഥലത്തും ഒരു SIക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ അറിയാതിരിക്കില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ളപ്പോൾ കൂടുതൽ തവണ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവും, പരസ്പരം ഇടപെടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ടാവും. ഇതിങ്ങനെ ഈ പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് ഈ സുജിത്തിൻ്റെ അമ്മ തന്നെയാണ് അത്ര സുജിത്തിനോട് പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന്. അപ്പോഴാണ് അവിടെ പോയി ഇടപെടുന്നത്. ഇടപെട്ട സുജിത്തിനെ നേരെ
അതായത് ഇവരെത്ര ക്രിമിനൽ കൂട്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ഒന്നുകൂടി വിശദീകരിക്കുന്നത്. കാരണം ഇവർ ഈ പോലീസ് ഇയാളെ സുജിത്തിനോട് നീ ആരാണിത് ചോദിക്കാൻ എന്നുള്ള മട്ടിലായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായും ശബ്ദം ഉയർത്തി സംസാരിക്കാനുള്ള ധൈര്യം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അയാൾക്കുണ്ടാവും. അയാൾ ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടാവും. അവിടുന്ന് അതുണ്ടാവണമല്ലോ. ഒരു അനീതി ചോദ്യം ചെയ്യാനുള്ള ആർജവവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ഒരു രാഷ്ട്രീയ നേതാവായിരിക്കാൻ പറ്റുള്ളൂ. അയാളത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അയാളെ പിടിച്ച് മദ്യപിച്ച് അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പോലീസിൻ്റെ ഒരു അബദ്ധം അപ്പോൾ തന്നെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ക്രിമിനൽ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. മദ്യപിച്ച് ഇയാൾ അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ ഇട്ട് മർദ്ദിക്കുന്നത്, കർണപുട അടിച്ച് പൊളിക്കുന്നത്, മാത്രമല്ല ഏമാതിരി ഇടിയാണ് ഇടിക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ അത്രയും ക്രൂരമായി ഇവർ പെരുമാറിയതിന് ശേഷം ഇങ്ങനെയാണ് എഴുതി വെച്ചത് FIR. അതായത് മദ്യപിച്ച് അലമ്പുണ്ടാക്കിയാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ഒറ്റ കുഴപ്പം, അതിനു മുമ്പ് തന്നെ ഇയാൾ ആവശ്യപ്പെട്ടു എന്നെ മദ്യപിച്ചോ എന്നുള്ളത് പരിശോധിക്കണം. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് ആ കാര്യത്തിൽ വിവരം ഉള്ളതുകൊണ്ട് ഇയാൾ പരിശോധന ആവശ്യപ്പെട്ടു. മെഡിക്കൽ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞു. മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടും പോലീസിൻ്റെ FIR തമ്മിൽ ചേരുന്നില്ല എന്നുള്ളതുകൊണ്ട് അപ്പം തന്നെ ജാമ്യം അനുവദിച്ചു. ഈ മർദ്ദനത്തിന് ശേഷം പിന്നെ കർണപുടം ചികിത്സിക്കാൻ പോവുകയാണ് പുള്ളി ചെയ്തത്. പിന്നെ അതിനൊപ്പം ഈ നിയമ പോരാട്ടത്തിലും, അതായത് ആ FIRൽ തന്നെ ഇയാളെ കുരുക്കാൻ അപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലയ്ക്ക് നടന്നില്ല. കാരണം ഇയാളുടെ ബുദ്ധിപരമായ ഇടപെടലുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട്, പൊതുജനങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ട്, അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ വർഗീസ് ചൊവ്വനെ പോലെയുള്ള ചിലർ ഉണ്ടായതുകൊണ്ട് ഇത് രക്ഷപ്പെട്ടു. ഈ നിലയ്ക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു സാധാരണക്കാരനപ്പോൾ എങ്ങനെയായിരിക്കും ഈ പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഇതെന്ത് ശിക്ഷ വിധിക്കാൻ ഒരു പോലീസുകാരനും അധികാരമില്ലല്ലോ. ഒരു പോലീസുകാരനും ഒരു സാഹചര്യത്തിലും ശിക്ഷ വിധിക്കാൻ അധികാരമില്ല. ഇത് ശിക്ഷയാണല്ലോ നടപ്പാക്കുന്നത്. അതായത് ഇയാൾ മദ്യപിച്ചിനി അലമുണ്ടാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. പോലീസ് പറയുന്നത് അയാളുടെ പോലീസുകാരൻ്റെ എന്തോ വാച്ച് പൊട്ടിച്ചു എന്നൊക്കെയാണ്. വാച്ച് പൊട്ടിച്ചതിനുള്ള ശിക്ഷയാണ് ഇവർ കൊടുക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷനിൽ ഏത് പോലീസുകാരൻ അതിനുള്ള അവകാശമുള്ളത്? അപ്പോൾ ഇതിനകത്ത് സർക്കാരിന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇത്രയും വൈകി വന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് യൂത്ത് കോൺഗ്രസിനെയും പറയാനുണ്ട്. കാരണം ഇവിടെ യൂത്ത് കോൺഗ്രസ്, ഞാൻ പറഞ്ഞില്ല, ഈ യൂത്ത് കോൺഗ്രസിന് ഒരു സംഘടനാ സംവിധാനം മര്യാദയ്ക്കുണ്ടോ എന്നുള്ള സംശയം. അവിടെ ഒരു ചെറിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഈ വർഗീസ് ചൊവ്വൻ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടാണ് ഈ വിഷ്വലെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. അത് ഇപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു പോരാട്ടമായി വർഗീസ് ചൊവ്വനൂർ അടക്കം പറയുമായിരിക്കും. പക്ഷേ അതിലേക്ക് അവിടെ സംഭവിച്ചിട്ടില്ലെന്ന്. ഈ ഇവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ സമരം അവിടെ നടത്തേണ്ടതല്ലേ, ചോദ്യം ചെയ്യേണ്ടതല്ലേ, മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിക്കേണ്ടതല്ലേ? അതിനുള്ള കപ്പാസിറ്റി കാണിച്ചിട്ടില്ല എന്ന് ഇവരും. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ സർക്കാർ ഈ കാര്യത്തിൽ ഒരു തരത്തിലും, സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ കാര്യത്തിൽ നടപടി എടുത്തില്ല, യഥാസമയം നടപടി ഉണ്ടായിട്ടില്ല എന്നതിന് ഇതിനപ്പുറം വേറെ തെളിവ് വേണോ? നിശ്ചയമായിട്ടും അത്രേ പറയാനുള്ളൂ. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വിഷ്വൽസ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ വിഷ്വൽസ് പുറത്തു വന്നതുകൊണ്ടും ഇതൊരു പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ആയതുകൊണ്ട് അയാൾ അതിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ഇങ്ങനെ നാട്ടുകാർക്ക് മുന്നിൽ വെളിവായത്. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾക്കകത്ത് വലിയ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുണ്ട്. ഇത് ക്യാമറയിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയ തല്ലിൻ്റെ ആഘാതം നമ്മൾ അറിയുക, ക്രൂരത നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യില്ലായിരുന്നു. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തനമായിരുന്നില്ലെങ്കിൽ, സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അയാൾ അവിടെ നിന്ന് തല്ലുകൊള്ളുക, വീട്ടിൽ പോവുക, ഈ പോലീസുകാരുടെ ഈഗോയ്ക്ക് പാത്രമാവുക എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സംഭവ വികാസങ്ങൾ ക്യാമറക്കകത്ത് പെടാതെ സാധാരണക്കാർ, രാഷ്ട്രീയക്കാരോ അങ്ങനെ ഏതെങ്കിലും ശേഷിയില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ ഈ വല്ലാത്ത തോതിൽ കേരളത്തിലെ പോലീസ് തല്ലുന്നുണ്ട് എന്നതിനുള്ള തെളിവായിട്ട് നമ്മൾ കാണണം. ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണരുത്. നിശ്ചയമായിട്ടും സർക്കാരിനും പോലീസിനെ ഭരിക്കുന്ന മന്ത്രിക്കും അക്കാര്യത്തിൽ വീഴ്ചയുണ്ട്. ഒരൊറ്റ അടിക്ക് ചിലപ്പോൾ ആൾ മരിച്ചു പോകാം. അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടല്ലോ. അപ്പോൾ എന്ത് വെളിവുകേടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അത്രയ്ക്ക്, അതായത് അതാരും ആയിക്കോട്ടെ, ഒരു മനുഷ്യനെ ആ നിലയ്ക്ക് മർദ്ദിക്കാൻ പാടുണ്ടോ? വട്ടം ചേർന്ന് നിന്നിട്ട് കുറേ ഈ തടിമാടന്മാർ ഇങ്ങനെ മർദ്ദിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എന്ത് സങ്കടകരമാണ്. പോലീസിന് ആളുകളെ തല്ലാനുള്ള ഒരു അവകാശമില്ല. നമ്മൾ സാധാരണ മനുഷ്യർ, പോലീസുകാരല്ലാത്ത ആളുകൾ എങ്ങനെയാണോ അവിടെ പെരുമാറുന്നത് അതുപോലെ പെരുമാറാൻ മാത്രമേ, ശബ്ദം പൊക്കാൻ പോലും അവർക്ക് അവകാശമില്ല. അവർ നിയമത്തിൻ്റെ വഴിയിലൂടെ പോകണം. അവസാനിപ്പിക്കാം. സകല പോലീസ് സ്റ്റേഷനിലും CCTV ക്യാമറയും കണക്ടിവിറ്റിയും മിന്നൽ പരിശോധനകളും എല്ലാമുള്ള ഈ കാലത്തും ഈ വിധം മൂന്നാം മുറയോ എന്ന് അന്തം വിട്ടു പോവുകയാണ് നമ്മൾ. എന്തിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തവരുമാകട്ടെ, മനുഷ്യരെ തല്ലാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന പോലീസിൻ്റെ കൊളോണിയൽ ബോധത്തിനാണ് ആദ്യം ചികിത്സ വേണ്ടത് എന്ന് RDS കരുതുന്നു. മർദ്ദക സംവിധാനമല്ല, പൊതുജനങ്ങളുടെ സേവകരാണ് പോലീസുകാർ. പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു മനുഷ്യന് എല്ലാ പൗരാവകാശവും കിട്ടണമെന്നില്ല. പക്ഷേ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഏത് ലോക്കപ്പിലും കസ്റ്റഡിയിലും ഉണ്ടെന്ന് ഖണ്ഡിതമായി വിധിച്ചത് ഈ നാട്ടിലെ പരമോന്നത കോടതിയാണ് 1997. ആർട്ടിക്കിൾ 21 എന്നത് ഭരണഘടനയുടെ ഒരു വെറും വാക്കല്ല. ഈ കേസിൽ നിരപരാധിയായ സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ തല്ലിച്ചതക്കുക മാത്രമല്ല, കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടാനും ഈ പോലീസുകാർ ശ്രമിച്ചു. കാക്കിയിട്ടുകൊണ്ട് ഗുണ്ടാപ്പണിയെടുക്കുന്ന ഈ ക്രിമിനൽ മനസ്സുകാരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ കഴിയട്ടെ. ഇടവേളയിലേക്ക്.